വെൽക്കം ടു സൈലം ലേണിംഗ്. അനറ്റമിസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, എത്രത്തോളം നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ക്രിസ്മസ് എക്സാമും വരാൻ പോവുകയാണ്. ആ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ഷണക്കത്ത് തയ്യാറാക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആ ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? എന്തെല്ലാം കാര്യങ്ങൾ? ഒന്ന്, സ്ഥലം നമ്മൾ പറയണം, ക്ഷണിക്കുന്ന തീയതി നമ്മൾ പറയണം, എന്നാണ് പരിപാടി, അതായത് ഏത് തീയതിയാണ്, ഏത് ദിവസമാണ് അത് നമ്മൾ മെൻഷൻ ചെയ്യണം, ഏത് സമയത്താണ്, എപ്പോഴാണെന്ന് പറയണം, എവിടെ വെച്ചാണ്, പിന്നെ ക്ഷണിക്കുന്ന ആളുടെ പേരും വിലാസവും നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ഷണക്കത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മാതൃകയാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക കേട്ടോ. ഇവിടെ നമുക്ക് അറിയാം ഒക്ടോബർ 3 എൻ്റെ പിറന്നാളാണ്, ഉച്ചയ്ക്ക് 1 മണിക്കാണെന്ന് പറയുന്നുണ്ട്. കേക്ക് മുറിയും സദ്യയും ഉണ്ട്, എല്ലാവരും വരണം. സ്ഥലപ്പേരുണ്ട്, തീയതിയുണ്ട്, പിന്നെ ആരാണോ ക്ഷണക്കത്ത് അയച്ചത് അവരുടെ പേരും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സന്ദർഭം നോക്കിയിട്ട് നിങ്ങൾ മനോഹരമായിട്ടുള്ള ഒരു ക്ഷണക്കത്ത് നിങ്ങൾ എഴുതാനായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, എന്തെല്ലാം ചേരുവകൾ, അതായത് ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം? നമ്മൾ രുചിമേളം എന്ന് പറയുന്ന പാഠഭാഗത്ത് നമ്മൾ മനോഹരമായിട്ട് കുറേ ഫുഡ് ഐറ്റംസ്, അവയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് ഫുഡ് കഴിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം? നമുക്കറിയാം എന്തെല്ലാം ഉൾപ്പെടുത്തണം. യെസ്, നമുക്ക് കായം ഉൾപ്പെടുത്താം, തേങ്ങ ഉൾപ്പെടുത്താനായിട്ട് പറ്റും, പിന്നെ എന്താണ് നമ്മുടെ തക്കാളി ഉൾപ്പെടുത്താനായിട്ട് പറ്റും, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, അങ്ങനെ മസാലപ്പൊടി, സാമ്പാർ പൊടിയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് ഈ ഒരു ചിത്രം നിങ്ങൾ പൂർത്തിയാക്കണം കേട്ടോ. ഇവിടെ പരിപ്പുണ്ട്, മസാല, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, സവോള, വെണ്ടയ്ക്ക, തക്കാളി, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആഹാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? അതിനെല്ലാത്തിനും കുറച്ച് ഉദാഹരണങ്ങളും നിങ്ങൾ ഓർത്തു വെക്കണം. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുകൾ, ഇലക്കറികൾ, ഇവയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തണം. ഇവർക്കൊക്കെ ഓരോ ഉദാഹരണമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് കുറേ ഉദാഹരണങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരി, ഗോതമ്പ്, ചോളം, തിന, റാഗി, ഇവയൊക്കെയാണ്. പഴങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ അറിയാം അല്ലെ, ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, പേരയ്ക്കുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പച്ചക്കറികൾ നമുക്ക് കുറേ അറിയാം, പയറുണ്ട്, വെണ്ടയുണ്ട്, വഴുതനങ്ങയുണ്ട്, തക്കാളിയുണ്ട്, സവോളയുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇലക്കറികളാണ് നമ്മുടെ മത്തനില, അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില, ചീരയില ഒക്കെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. കിഴങ്ങാണെങ്കിൽ ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, മരച്ചീനി, ഇതൊക്കെ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഇനി പയർ വർഗ്ഗത്തിലാണ് കടല, ചെറുപയർ, വൻപയർ, ഇവയൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക, മുഴുവൻ മാർക്കും നിങ്ങൾ സ്കോർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഇന്ന് മിസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി ലൈവ് ക്ലാസ്സിലും കോണ്ടന്റ് വീഡിയോസിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കാണുന്നത് വളരെ സന്തോഷം. അപ്പോൾ എല്ലാ മക്കൾക്കും ആൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.